നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ, ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ്. ബഹുമാനിയെ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെയും എൻ്റെ പാർട്ടിയുടെയും അകമഴിഞ്ഞ ആത്മാർത്ഥമായ ആശംസകളും അനുമോദനവും. ജാലിയൻവാല ബാഗിൻ്റെ 106ാമത് ദിനമാണെന്ന്. ആ സ്വാതന്ത്ര്യ സമര സേനാനികൾക്കെല്ലാം, അന്തരിച്ച എല്ലാവർക്കും എൻ്റെയും എൻ്റെ പാർട്ടിയുടെയും ഇന്ത്യക്കാരുടെയും ആദരാഞ്ജലികൾ കൂടി നേർന്നുകൊണ്ട്, മറ്റത് ജോസ് പ്രകാശ്, അദ്ദേഹത്തെ 100ാമത് ജന്മദിനമാണ്. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. അടുത്ത വർഷം പ്രൈം മിനിസ്റ്ററിൻ്റെ 100ാമത് ദിനമാണ്, നമ്മളത് ആഘോഷിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ ഹതഭാഗ്യനായ മനു, സീനിയർ ഗവൺമെൻറ് പ്ലീഡർ, ചെറുപ്പമാണ്, ഏതോ സ്ത്രീ വിഷയത്തിൽപ്പെട്ട് നാണം കെട്ട് യാതൊരു ന്യായീകരണമില്ലാത്ത പ്രവൃത്തി അദ്ദേഹം ചെയ്ത് അവസാനം നിൽക്കക്കളില്ലാതെ ആ കുടുംബത്തെല്ലാം വഴിയാതാക്കി ആ മാന്യദേഹം ആത്മഹത്യ ചെയ്ത് മനുവിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട്. ഇതൊരു രാഷ്ട്രീയ പാർട്ടിയാണ്, ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസ്. അതിൽ മതത്തിനോ മതപ്രവർത്തനമോ പ്രാധാന്യമില്ല. പക്ഷേ ആമുഖമായിട്ട് ചില കാര്യങ്ങൾ സൂചിപ്പിച്ചില്ലെങ്കിൽ പിന്നെ അതിൽ പാർട്ടിയുടെ അടിത്തറക്ക് ഇളക്കം തട്ടും. അതിൽ ഒന്നും ഞാൻ പറയാം. എനിക്ക് ഇങ്ങനെ അയക്കുന്ന മെസ്സേജുകളാണ്. ആ മെസ്സേജിൽ ഒരാൾ ചോദിച്ചോളൂ, നിങ്ങൾ കോൺഗ്രസിന് വേണ്ടി വാദിക്കുന്നു, കോൺഗ്രസ് അധികാരം നിൽക്കണം പറഞ്ഞു. നിങ്ങളറിയോ, സിനിമാ നടൻ സിദ്ദീഖിന് പാർലമെൻറ്റിലേക്ക് ഒരു സീറ്റ് പ്രതീക്ഷിച്ചു, കിട്ടിയില്ല. പിന്നെ അസംബ്ലിയിലേക്ക് സീറ്റ് ഉറപ്പായ സമയത്താണ് 10-20 വർഷം മുമ്പ് നടന്ന ഒരു പെണ്ണ് കേസിൽ കുത്തിപ്പൊക്കി കേസെടുത്തി അദ്ദേഹത്തെ ഒതുക്കിയത്. ഇപ്പോൾ നിങ്ങൾ മനസ്സിലിപ്പോൾ ആലപ്പുഴയിൽ കുഞ്ചാക്കോ ബോബൻ സ്ഥാനാർത്ഥി കോൺഗ്രസ് ആക്കാൻ പോകുന്നു കേൾക്കുന്നു. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഇതൊക്കെ തന്നെ നടന്നാ തോന്നുന്നുണ്ടോ മൊയ്തീൻ ഷാ എന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയാനാ. അവർ വേറൊരു കാര്യം കൂടി പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് ദേശീയ പ്രസിഡന്റായിട്ട് ഒരു UP-കാരനെ വെച്ച്, മുസ്ലിം ആളെ വച്ചിട്ട് ഒരാഴ്ചകളിൽ പെണ്ണ് കേസിപ്പെടുത്തി അദ്ദേഹത്തെ അവർ സ്ഥാനത്ത് പുറത്താക്കി. ഇതൊക്കെ സ്വാഭാവികമാണോ മൊയ്തീൻ ഷാ എന്ന് ചോദിച്ചാൽ എന്താണ് സാർ ഞങ്ങൾ പറയേണ്ടത്? അതുകൊണ്ട് അങ്ങനെയൊക്കെ എന്തെങ്കിലും വളഞ്ഞ മാർഗം ഉണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും അടുത്ത പ്രാവശ്യം കൂടി പിണറായി സഖാവിനെ പാർട്ടി അധികാരത്തിൽ കയറ്റാൻ ശ്രമിക്കരുത്. ഇപ്പോൾ BJP സ്നേഹം കാണിക്കുന്ന, BJPയിൽ ഒഴുകുന്ന, വീടിന് മുമ്പിൽ BJP കൊടികയറ്റുന്ന മാന്യദേഹങ്ങൾ മനസ്സിലാക്കണം. കുറേ വർഷം മുമ്പ് ഡൽഹി നിങ്ങളുടെ അമ്മായിയപ്പൻ്റെ വീടായിട്ട് കണ്ടത്. സഭയുടെയാണ്, ക്രിസ്ത്യാനികളുടെ സഭയുടെ അമ്മായിയപ്പൻ്റെ വീട്. അത്ര ആധികാരികമായിട്ട് സോണിയാഗാന്ധി കുടുംബം, സോണിയങ്ങൊക്കെയാണ്. ഇന്ന് എന്തിടോ നിങ്ങളുടെ ഓശാന പെരുന്നാളില്ലെന്നോ ഡൽഹിയിൽ ജാഥ നയിക്കപ്പെടാൻ സമ്മതിച്ചോ? ഇത് മനസ്സിലാക്കണം. അതായത് ഒരു മരത്തിൻ്റെ കൊമ്പിൽ ഒരു വനവേടൻ അമ്പ് കുലച്ച് ഇരിക്കുകയാണ്. താഴെ ഒരു പുലി വന്ന് നിൽക്കുന്നു, മുകളിൽ കരടി. അപ്പോൾ കരടി ഈ വനവേടയുടെ തലയിൽ തോണ്ടിക്കൊണ്ട് പറഞ്ഞു, കാഞ്ഞു കാണിച്ചു, ഇതേ താഴെ പുലി ശത്രുവാണ്, അത് കൊല്ലാൻ പറഞ്ഞു. ബുദ്ധിമാനായ ആ വനവേടൻ പുലിയല്ല കൊന്നത്, മുകളിലിരിക്കുന്ന കരടിയെ കൊന്നതിന് ശേഷമാണ് പുലിയെ കൊന്നത്. ആ സാമാന്യ ബുദ്ധി പോലും കേരളത്തിലെ സഭ എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിനെ പോലെ കേരളത്തിലുള്ളൂല്ലോ, വേറെ അടുത്തില്ലല്ലോ, മറ്റേ ഇവിടുത്തെ പോയല്ലേ. സഭ പോലും നിങ്ങൾ ബുദ്ധിമോശം കാണിച്ചുള്ള സഭയെന്ന് പറയുമ്പോൾ എനിക്ക് സങ്കടവും ദുഃഖവും ഒക്കെ തോന്നുന്നുണ്ട്. കാരണം സംഘപരിവ് എന്താണോ വിചാരിച്ചത് ആ വിചാരിച്ചത് 100% ശരിയായില്ലേ, വിജയിച്ചല്ലേ. പക്ഷെ ശത്രുവാണെങ്കിൽ പോലും വിജയിക്കുന്നവരെ നമ്മൾ കഴിവുള്ളത് നമ്മൾ അംഗീകരിക്കും. അതുകൊണ്ട് ഞാൻ സംഘപരിവാറിനൊരു ആശംസ തരാണ്. കാരണം പ്രബല ന്യൂനപക്ഷമായ മുസ്ലിങ്ങളും ഏതാണ്ട് ചെറിയ ന്യൂനപക്ഷ ക്രിസ്ത്യാനി നമ്മളിവിടെ യോജിച്ച് പോകായിരുന്നു. കഴിഞ്ഞ 100 വർഷത്തെ ചരിത്രം എടുത്താൽ, അല്ലെങ്കിൽ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇപ്പോൾ അതിൻ്റെ 70-80 വർഷമായില്ലോ, ആ ചരിത്രത്തിൽ ഒരു കാലത്തും ക്രിസ്ത്യാനി മുസ്ലിം നമ്മൾ ഇന്ത്യയിൽ, കേരളത്തിൽ ഒരു സംഘർഷം ഉണ്ടായില്ല, പരസ്പരം പൂരിതമായിട്ട് പോകായിരുന്നു, ഒരു എതിർപ്പുണ്ടായില്ല. പിന്നെ കുടുംബ വഴക്കുണ്ടാകുമല്ലോ ചില സഹോദരനെ കൊണ്ടായിരിക്കും, അത് വേറെ കാര്യം.
അങ്ങനെയുള്ള ഈ മുസ്ലിം സമുദായത്തോട് വഖഫ് ബില്ലിൻ്റെ പേരിൽ നിങ്ങൾ കാട്ടിക്കൂടിയ നികൃഷ്ടമായ പ്രവൃത്തി, അനീചമായ പ്രവൃത്തി, നിഷ്കരുണമായ പ്രവൃത്തി വേറെ ഊമിക്കാൻ പറ്റുമോ? ഇപ്പം എന്തു പറ്റി? മുസ്ലിങ്ങളും സഭയും തമ്മിൽ പോലത്തെയായി, ശത്രുതാപനമായി വളർത്തിയെടുത്തവരത്. ഇപ്പം സഭകൾ തമ്മിൽ ഇതായി. ഇപ്പോൾ കത്തോലിക്ക സഭ ഒന്ന് പറയുന്നു, മറ്റേ സഭ വേറൊന്ന് പറയുന്നു. മോനമ്പത്തെക്കുറിച്ച് പോലും ഇന്നത്തെ ലേഖനം വന്നല്ലോ. ഇവിടെ എന്താ സംഭവിച്ചാൽ, ഗഡ്ജു പറഞ്ഞു, നമ്മുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ഗഡ്ജു പറഞ്ഞു, ശ്രീരാമൻ ഒരു ദൈവമല്ല, മനുഷ്യപുത്രനാണ്, രാജാവിൻ്റെ പുത്രനാണ്. അതുപോലെ ഇപ്പോൾ ഈ ലോകവ്യാപകമായിട്ടൊരു സംശയമുണ്ട് ജനങ്ങളുടെ ഇടയിൽ. ഈ ഭൂമി എന്ന് വളരെ ചെറുതാണ്, അതിനേക്കാളൊക്കെ എത്രയോ കോടി 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 വലിപ്പമുള്ള മറ്റ് ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും. ഒരു നക്ഷത്ര വലിപ്പവും ഭൂമിയുടെ വലിപ്പം താഴ്ചപ്പെട്ടാലും പോലും അത്ര കൊണ്ട് വലുതാണ്. അപ്പം അത്ര കൊണ്ട് മഹത്തും ബൃഹത്തുമായ ഈ ബ്രഹ്മാണ്ഡ കടാഹത്തിൽ സൗരയൂഥത്തെ യൂണിവേഴ്സിൽ നയിക്കുന്ന ഒരു ശക്തി ഉണ്ടെങ്കിൽ, കേവലം ഭൂമിയിൽ 50-60 വർഷക്കാലം ജീവിച്ച രാജാവിൻ്റെയോ അല്ലെങ്കിൽ ഒരു പിതാവിൻ്റെയോ പുത്രൻ എങ്ങനെ ദൈവമാകുന്നുള്ള സംശയമുണ്ട് ലോകത്ത്. ഞാൻ 2 ആഴ്ച മുമ്പ് ഞാൻ പറഞ്ഞു, അങ്ങനെയാണ് ജപ്പാനിൽ ഒരു പോൺ സിനിമയിൽ അഭിനയിക്കുന്ന നിമിഷങ്ങളിൽ കോടികൾ ആ പെണ്ണ് ഇസ്ലാമം സ്വീകരിച്ചത്. അപ്പോൾ ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ സംഘപരിവാർ ചില ഏജന്റുമാർ മുഖേന ഇവിടെ സഭാ നേതൃത്വം, അല്ലെങ്കിൽ തന്നെ ഒരു സഭയുടെ എതിരാണല്ലോ അങ്കമാലി വസ്തു കേസിൽ കോടികളുടെ അഴിമതി അകത്ത് പോയിരിക്കാൻ വേണ്ടിയാണല്ലോ. അപ്പം പറഞ്ഞു, നിങ്ങളുടെ സഭ ലോകവ്യാപകമായിട്ട് അകത്തുനിന്നും പുറത്തുനിന്നും ആക്രമിക്കപ്പെടാണ്, ശത്രുതയുണ്ടാണ്. യൂറോപ്പ്, അമേരിക്കയിൽ പല പള്ളികളും വിശ്വസ്ഥാപനം അല്ലെങ്കിൽ മുസ്ലിം പള്ളിയായിട്ട് പോകണം. അപ്പോൾ നിങ്ങൾക്ക് ആഭ്യന്തര വിഷയങ്ങൾ പരിഹരിക്കാൻ നിങ്ങൾക്കൊരു ശത്രുവിന് വേണം. അത് ഹിന്ദുക്കളെ ഞങ്ങൾ ശത്രുവായിട്ട് ഒരു കാര്യമില്ല, കാരണം ഞങ്ങൾ 80%, നിങ്ങൾ 2% താഴെ. അപ്പോൾ നിങ്ങൾ ഒരിക്കലും അത് ഒരു താഴ്ത്തിപ്പെടുത്താൻ പറ്റില്ല. പിന്നെ നിങ്ങൾക്കുള്ള മുസ്ലിമാണ്, നിങ്ങൾ മുസ്ലിം ശത്രുവിനെ പക്ഷത്ത് നിർത്തി പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തൽക്കാലം അണികളി പിടിച്ചു നിൽക്കാം, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം. അങ്ങനെ ഉപദേശിച്ച് അങ്ങനെ അത് വഴങ്ങി ലവ് ജിഹാദ്, നാർക്കോട്ടിക് ജിഹാദ് പലതും വന്ന് തകർത്തു. ഇപ്പം എന്തു പറ്റി? സഭ ചെന്ന് പെട്ടിരിക്കുന്ന ആപത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കണം. സഭ എത്തിക്കുന്ന എന്താ അറിയോ, എത്ര ആഴത്തിലാണെന്നറിയോ? ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാണ്. അല്ലെങ്കിൽ സഭയുടെ സ്വത്തിനെ കുറിച്ച് വഖഫ് ബില്ല് പാസ്സായ അതേ ദിവസം തന്നെ ഓർഗനൈസറിൽ, പിറ്റേന്നല്ല, അതിനകത്ത് ഇതെല്ലാം നേരത്തെ കമ്പ്യൂട്ടറിൽ ഫീൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഓൺലൈനാണല്ലോ വന്നു, 10 ഓൺലൈനിൽ. ആ ദിവസം തന്നെ ഈ വാർത്ത കൊടുത്തതിൻ്റെ കാരണം ഒരു വെൽ സ്റ്റഡീഡ് ആൻഡ് പ്ലാനിങ് അല്ലേ. എൻ്റെ സഭ പണ്ട് കാലത്ത് സഭയായിരുന്നു ലോകത്ത് ഏറ്റവും വലിയ ബുദ്ധിമാന്മാരെന്ന് അഭിമാനിച്ചുകൊണ്ടിരുന്നു ഞങ്ങൾക്ക് വിചാരിച്ചതും. ഇന്ന് നിങ്ങളൊക്കെ കവർ ചെയ്ത സംഘപരിവാറിലെ ബുദ്ധിജീവികൾ ഉയരത്തിലെത്തി വിജയിച്ചു. വല്ലതും പറയാനുണ്ടോ സഭയ്ക്ക്? കുഞ്ഞാടുകൾക്ക് വല്ലതും പറഞ്ഞു കൊടുക്കണ്ടോ? അപ്പോൾ അങ്ങനെയുള്ള സമയത്താണ് ഡൽഹി, നമ്മളെ സോണിയാഗാന്ധിയുടെ മൻമോഹൻസിൻ്റെ ഭരണകാലത്ത് ഡൽഹിയൊക്കെ നിങ്ങളുടെ അമ്മായിയപ്പനെ പോലെ അമ്മായിയപ്പൻ്റെ വീട് പോലെ കണക്കാക്കിയത്. അത്ര സ്വാധീനമായിരുന്നു. സംഘപരിവാർ വേറൊരു കാര്യവും പറയുന്നുണ്ട്. എന്താ കാര്യം അറിയോ? മതപരിവർത്തനത്തിന് ഏറ്റവും വലിയ തെളിവാണ് കേരളത്തിൽ നിന്ന് ക്രിസ്ത്യൻ പുരോഹിതന്മാർ പോയാണ് വടക്കയിൽ പാർട്ടിൻ്റെ മതം ഉണ്ടാക്കിയത്. അവിടുത്തുകാരല്ല. അതിലേറ്റവും വലിയ തെളിവല്ലേ പ്രചരണമാണെന്നുള്ളൂ. കേരളത്തിൽ നിന്ന് 100 കണക്കിന് 1000 10,000 പാതിരിമാരും പുരോഹിതന്മാരും വിവിധ ഗ്രൂപ്പിൽപ്പെട്ട ഒരു വടക്കേ ഇന്ത്യയിൽ, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, കർണാടക, തെലുങ്കാന, പിന്നെ അങ്ങനെ അങ്ങോട്ട് പോയാൽ വടക്ക് കിഴക്ക് സംസ്ഥാനങ്ങളിൽ 6-7 ചെറിയ ചെറിയ സ്റ്റേറ്റ്, 7 സ്റ്റേറ്റിൽ നിന്ന് ഇന്ത്യ ഗവൺമെൻറ് കയ്യിലല്ല ഇരിക്കുന്നത്. അതവിടെ എല്ലാം പ്രത്യേക സ്വന്തം രാജ്യമാണ്. അത് അമേരിക്കയും ഇവിടുത്തെ സഭയൊക്കെ നിയന്ത്രിക്കുകയാണ്. അങ്ങനെ വന്നപ്പോഴാണ് ഇവിടെ മണിപ്പൂരിൽ പ്രശ്നം ഉണ്ടായത്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ അല്ല, സ്വന്തമായിട്ട് മതത്തിലേക്ക് വന്ന ഒരാൾ നിൽക്കുകയാണെങ്കിൽ അവിടെ ഇത്രയും വിഷയം ഉണ്ടാവും. ഇത് കേരളത്തിൽ നിന്ന് പോയാണ് അതും കൂടി അവർ പറഞ്ഞിട്ടുണ്ട്. അവർ വേറൊരു കാര്യം പറയും, സഭാ നേതൃത്വമേ, ഈ ആഫ്രിക്കൻ കൺട്രീസ്, ദരിദ്ര രാജ്യം ആഫ്രിക്കൻ കൺട്രീസിൽ ബൈബിൾ പ്രചരണാർത്ഥം ക്രിസ്ത്യൻ പുരോഹിതന്മാരോട് വന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞല്ലോ, അവർ പ്രചരണം നടത്തി അവസാനം ബൈബിൾ ഞങ്ങളുടെ കയ്യിൽ, ഞങ്ങളുടെ സ്വത്ത് അവരുടെ കയ്യിലായിരുന്ന. ഇതൊക്കെ പകൽ പോലും വെളിച്ചാണ്.
അങ്ങനെയൊക്കെ പോകുന്ന സമയത്താണ് കേവലം നിങ്ങൾക്ക് 100% സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന 20% വരുന്ന കേരളത്തിൽ 40% വരുന്ന മുസ്ലിം സമുദായത്തെ ഒന്നടങ്കം A to Z നിങ്ങൾ ജാതി പറഞ്ഞ് ആക്ഷേപിക്കുകയും കുറ്റപ്പെടുത്തുകയും വഞ്ചിക്കുകയും ചെയ്തില്ലേ? ഇവിടെ ചെന്ന് അവസാനിക്കുന്നത്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, മുസ്ലിം സമുദായത്തെ അവർ ഈ ഭൗതിക നോട്ടം ഉള്ളതല്ല. അവരെന്താണ്, അവർക്ക് ഭൗതിക നോട്ടമില്ല, ആത്മീയ നോട്ടം. അത് ഇതൊന്ന് വിട്ടുകളയും, മുഴുവൻ പോയാലും പോയിക്കോട്ടെ. ദജ്ജാൽ എന്ന് പറഞ്ഞൊരു വരുന്നുണ്ടെന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഖുർആൻ വിശ്വസിക്കുന്ന മുസ്ലിങ്ങൾക്ക് ദജ്ജാലിനെ സ്വീകരിക്കുന്ന അത്രയും കഠോരമായ ജീവിയെ ഓർമ്മ ഇവിടെ RSS അല്ലെങ്കിൽ സംഘപരിവാരോ ക്രിസ്ത്യൻ സഭ പോലും അവർക്ക് ഒന്നുമല്ല, വെറും തളവൽക്കണിച്ച് പോലും അവർ ഭൗതിക നേട്ടമില്ല. അതുകൊണ്ട് അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നിങ്ങൾ ഭൗതിക നേട്ടമാണ്. നിങ്ങൾ ഭൗതിക ലോകത്തെ ആസ്വാദനമാണ് മെയിനായിട്ട്. മറ്റ് 2ാം ഘട്ടമുള്ളൂ, ഫസ്റ്റ് ഘട്ടമല്ല. മുസ്ലിങ്ങളെ സംബന്ധിച്ച് ഫസ്റ്റ് ഘട്ടമാണ്, 2ാം ഘട്ടമല്ല. അങ്ങനെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ആവശ്യമില്ലാതെ മണ്ടത്തരം കാണിച്ച് ഞാൻ ഈ മുസ്ലിം സമുദായത്തിൽ ഒരു കാര്യം കൊണ്ട് എൻ്റെ വിഷയത്തിലേക്ക് കിടക്കും. വിഷയമൊന്നുമല്ല, അത് അത്ഭുതങ്ങൾ ലോകത്ത് പലതും ഉണ്ടായിട്ടുണ്ട്. വിശ്വസിക്കാൻ പറ്റാത്ത അത്ഭുതം ഉണ്ടായിട്ടുണ്ട്. അത് 2 ഉദാഹരണം പറഞ്ഞ് ഞാൻ ആ വിഷയം നിർത്താം. ഒന്ന്, ഒരു പട്ടാളക്കാർ യുദ്ധം ചെയ്തു. യുദ്ധത്തിൽ ശത്രുവിനെ വെടിവെച്ചപ്പോൾ ശത്രുവിൻ്റെ വൃഷ്ടം അതിൽ മറ്റേ ലിംഗത്തടിയുള്ള അതിൽ തുളഞ്ഞ് കീറി ആ ഉണ്ട വേറെ സ്ത്രീയുടെ ഗർഭാശയത്തിലെത്തി, യോനിയിലെത്തി. ഇതൊക്കെ പറഞ്ഞ് വിശ്വസിക്കുമോ? അങ്ങനെ ആ സ്ത്രീ ഗർഭിണിയായി. വന്നപ്പോഴത്തെ കല്യാണം കഴിച്ചല്ല, ഭർത്താവിന് ബന്ധപ്പെട്ടില്ല. അന്വേഷിച്ച് പഠിച്ച് ഇങ്ങനെ സംഭവം. അത് മഹാസംഭവമല്ല, അത്ഭുതമല്ലേ? ഞാൻ വേഗം പറയാണ്, ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല. അത് റെയർ കേസാണ്. അപൂർവങ്ങൾ അപൂർവമാണ്. മറ്റൊന്ന്, ഒരു സ്ത്രീ റോഡ് നടന്നു പോകുന്ന വഴിയിൽ അവർക്ക് മെൻസസ്സായി. അപ്പോൾ വേലിക്കെട്ടിൽ ഒരു പഞ്ഞിക്കെട്ടിരുന്നു. ആ പഞ്ഞിക്കെട്ടെടുത്ത് മറിച്ച് അവർ മെൻസസ് ഡ്രസ് ചെയ്ത് ഒരാഴ്ച കഴിപ്പുണ്ട് അല്ലെങ്കിൽ 1 മാസം കഴിപ്പുണ്ട് അവർ ഗർഭിണിയായി. എന്താ സംഭവിച്ചത്? ആ തുടച്ച് വച്ച പഞ്ഞിക്കെട്ട് അതിൽ പോയി ഏതോ പുരുഷന് സ്കല്ലം വന്നപ്പോൾ തുടച്ചായിരുന്നു. ആ സ്കല്ല ആ ബീജം അവിടെ ഇരുന്നു. ഇതൊക്കെ വിശ്വസിക്കുമോ? സംഭവിച്ചിട്ടുണ്ട്, വേറെ കാര്യം. അതുപോലെ ഈ AP മുസ്ലിയാരുടെ മകൻ ഉസ്താദ് 4 വർഷം വരെയും ഗർഭം നിൽക്കുന്നൊക്കെ പറഞ്ഞപ്പോഴേ എൻ്റെ പൊന്നു ഉസ്താദേ, അതൊക്കെ ശരിയായിരിക്കാം. അതൊക്കെ ഇപ്പോൾ പണ്ടേതോ പുസ്തകത്തിൽ വായിച്ചതിൻ്റെ പേരിൽ അത് ഓർമ്മയെടുത്ത് ഇപ്പം അങ്ങനെ പറഞ്ഞ് ആളാകുന്ന നോക്കല്ലേ. സമൂഹം നിങ്ങൾ ഒറ്റപ്പെടുത്തും. എന്നാൽ ഒരു മുസ്ലിയാർ പറഞ്ഞല്ലോ, ചൊവ്വാഴ്ച സ്വർഗത്തിൽ മദ്യം കുടിക്കുന്ന ദിവസമാണ്. ആ മണ്ടനൊക്കെ തല വെട്ടിക്കൊല്ലണ്ടേ. മറ്റൊരു ഉസ്താദ് പറഞ്ഞെന്നറിയോ? എന്താ പറയാ, പിന്നെ ഹൂർലീനിങ്ങൾ സുന്ദരിയായ സ്ത്രീ, അറബി വാക്ക്. അത് തുപ്പിക്കാൽ ഉമിനീര് കടലിൽ വീണ കടല് മധുരപാനീയമായി പോകുന്നു. ഈടോ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, മന്ദബുദ്ധി ഇല്ലെങ്കിൽ ചോദിക്കട്ടെ, ഈ സ്ത്രീ വിഷയം മാത്രമുള്ള ലോകത്ത് ഞാൻ എന്നെ തെറ്റിദ്ധരിക്കരുത്, സാമാന്യ ബുദ്ധിയോട് ചോദിക്കുകയാണ്. ഈ സ്വർഗത്തിൽ സ്ത്രീ വിഷയം മാത്രം വേണ്ടിയാണ് ഈ ആൾക്കാർ മുഴുവൻ പോകുന്നത്. എന്നാൽ ഒരു കാര്യം പറയാം, ഇതൊരു സൈക്കോളജിക്കൽ അപ്രോച്ചാണ്. ഇതൊരു എന്താണ്, ഫിലോസഫിക്കൽ, തത്വജ്ഞാനപരമാണ്, ശാസ്ത്രീയമാണ്, അരിത്തമെറ്റിക്കാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വെറുക്കെന്നറിയോ? സുഖലോലുവയാണ്. സുഖലോലുവ ഏറ്റവും വിളിക്കും. ഇപ്പം മഴ, സംഗീതം, സ്ത്രീ, ഇത് 3 മനുഷ്യന് ഇഷ്ടമാണ്. പക്ഷെ ഇത് പെട്ടെന്ന് മറക്കും. ഇപ്പോൾ യേശുദാസിൻ്റെ പാട്ട് തന്നെ നിരന്തരം കേട്ടാൽ നമുക്ക് വെറുപ്പ് തോന്നും. മഴ ഒരു പരിധി പോകുന്ന നമുക്ക് ശല്യമായി. അതുപോലെ സ്ത്രീ ആവശ്യമുള്ള അത് കഴിഞ്ഞാലും അതുപോലെയാണ്. അപ്പോൾ സ്വർഗത്തിൽ പോകുന്ന പുരുഷന്മാർക്ക് 24 മണിക്കൂർ സ്ത്രീ വിഷയത്തിലാണോ സ്വർഗം കൊടുത്തത്? അങ്ങനെയൊക്കെ ഒരു ചിന്തയുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് താരതമ്യച്ചൊരു ബുദ്ധിയുള്ള മുസ്ലിം സമുദായം ഒന്ന് വ്യാഖ്യാനം കൊടുക്കുക നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ. ഇതൊക്കെ പറഞ്ഞ് ജനങ്ങൾ തെറ്റിദ്ധരിപ്പിച്ച് വെറുതെ സമൂഹത്തിൽ കൊച്ചാകില്ലേ. പഴയകാല ഇന്നിപ്പോൾ മുസ്ലിം വിരോധ സംഘം ഒപ്പം വളർന്നിരിക്കുകയാണ്. അവർ 1-9 പ്രചരിപ്പിക്കും മോശമായിട്ട്. ആ താടി വെച്ചവരും തലയിൽ കെട്ടിയിട്ടവരൊക്കെ നിങ്ങൾ ശാസ്ത്രീയമായി ചിന്തിക്കുക, നിങ്ങൾ ഫിലോസഫികൾ ചിന്തിക്കുക, നിങ്ങൾ മനഃശാസ്ത്രമായി ചിന്തിക്കുക. മനഃശാസ്ത്രമായി ചിന്തിക്കണോ? അറിയില്ല ഉസ്താദന്മാർ ചോദിക്കുക, അല്ലെങ്കിൽ സമൂഹത്തിലെ മനഃശാസ്ത്രം ചോദിക്കുക. ഈ സ്വർഗത്തിൽ അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ ചെന്ന് സ്ത്രീ വിഷയം മാത്രമാണോ അതുള്ളൂ, വേറെ ഒന്നും മനുഷ്യയില്ല? അതൊക്കെ എത്ര നിൽക്കും? അത് അന്ധമായ രീതി പറയുന്ന ഒരു ശാസ്ത്രീയ വശം വേണ്ടേ? വെറുതെ സമൂഹത്തിന് മുമ്പിൽ കൊച്ചാക്കാൻ വേണ്ടി ചൊവ്വാഴ്ച വെള്ളം കുടിക്കാൻ മാത്രമാണെന്ന് അവനൊക്കെ പറഞ്ഞത് മുസ്ലിയാന്നല്ലവനാ, രാജ്യദ്രോഹി എന്നല്ല, ഈ കുലദ്രോഹി എന്നാണ്. വേറൊരുത്തൻ പറയാണ്
പിന്നെ ഹൗറിലീജിങ്ങൾ എന്ന് പറഞ്ഞൊരു പെണ്ണ് ഒരു സ്ത്രീയുടെ പിന്നെ ഉമിനീർ തുപ്പലം കടലിൽ വീണ കടൽ പിന്നെ മധുരപാനിയാവുന്നു. അതൊന്നും വേണ്ട ഉസ്താദെ, മര്യാദ കുറച്ച് നിൽക്കുക, അല്ലെങ്കിൽ നിങ്ങളൊക്കെ തല്ലിക്കൊല്ലും, അതിൻ്റെ കാര്യമൊന്നുമില്ല. ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത് പിണറായി സഖാവ്. പിണറായി സഖാവ് വെള്ളാപ്പള്ളിയുടെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹത്തെ വാനോളം പുകഴ്ത്തി, ഗുരുദേവനോടേക്കാൾ മുകളിലോ അല്ലെങ്കിൽ പിന്നെ കുമാരനാശാന്റെ മുകളിലേക്കാളൊക്കെ പോഴ്ത്തി. ഞാൻ ചോദിക്കട്ടെ, കേരളം ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രിക്ക് 30 വർഷം ആഘോഷിക്കുന്ന പിണറായി സഖാവിന് വെള്ളാപ്പള്ളി യോഗ്യമായിട്ട് വെള്ളാപ്പള്ളി കുറ്റം പറയാൻ പറ്റൂ? ഇപ്പോഴത്തെ കണ്ടീഷനിൽ മുഖ്യമന്ത്രി എന്നതിൽ അദ്ദേഹത്തിന് ആ പരിപാടി പോകാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അദ്ദേഹം ചെയ്ത് ന്യായമായിട്ട് കാര്യമാണ്, കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ അവിടെ സഖാക്കൾ മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട്. AKG സെന്ററിലെ റിസർച്ച് വിങ് മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട്. നിങ്ങൾ ഈഴ വോട്ടുകൾ BJPക്ക് പോയതേ നിങ്ങൾ മുസ്ലിം സ്നേഹം കാണിച്ചിട്ടല്ല. നിങ്ങൾ കാണിച്ചു എന്ന് പറയുന്നത് സാമ്രാജ്യത്വ വിരുദ്ധത്തിന് പ്രവർത്തിച്ചു. അതാണ് പിന്നെ പലസ്തീൻ കാര്യവും ഇവിടെ ഇതൊക്കെ. അതൊന്നും നിങ്ങളുടെ കടമയാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി കടമയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കടമ മുസ്ലിം പീഡനം കാണിച്ചിട്ടല്ല ഈഴവരെ വോട്ട് കുറച്ച് പോയത്. ഞാൻ ആലപ്പുഴ ഉദാഹരണം പറഞ്ഞു ഞങ്ങളുടെ അടുത്ത്. ശോഭാ സുരേന്ദ്രൻ അന്ന് ഡോക്ടർ K. രാധാകൃഷ്ണൻ മത്സരിക്കാൻ 1 ലക്ഷം വോട്ട് ഒരു ഇലക്ഷൻ കിട്ടി എന്ന് പറയുന്നത്, കൂടുതൽ കിട്ടി എന്ന് പറയുന്നത് ചെറിയ സംഭവമല്ല. ഈ ശോഭയും എൻ്റെ സുഹൃത്താണ്. ഈ K. രാധാകൃഷ്ണൻ ഞങ്ങൾ അവൈദ്യമായ ബന്ധമാണ്. 1 ലക്ഷം വോട്ട് കൂടുതൽ കിട്ടി, ശരിയാണ്. അതെങ്ങനെയാണ് കിട്ടിയെന്നറിയോ? സഖാക്കൾ നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ പറയാൻ കാരണം സഖാക്കളോട് എനിക്ക് പ്രത്യേക ഒരു സ്നേഹം അന്നുകൊണ്ട് ഇന്നുകൊണ്ട്. കാരണം ഞാൻ എൻ്റെ 10ാമത്തെ വയസ്സിൽ വിമോചന സമയത്തിൽ അനുകൂലമായിട്ടുള്ള എതിരായിട്ട് ഇടപക്ഷത്തിന് വേണ്ടി വാദിച്ച ഒരു മാനസികാവസ്ഥയാണ്. ആ ഒരു വിപ്ലവ ചിന്താഗതി ഇന്നുമുണ്ട്. 9% നായരുള്ളത് കേരളത്തിൽ. പിണറായി സഖാവേ, നിങ്ങളുടെ ആഭ്യന്തര വകുപ്പിൽ സ്പെഷ്യൽ ബ്രാഞ്ചോട് LIBയോട് ചോദിക്കുക. 9% കേരളത്തിലെ ജനസംഖ്യയിൽ നായരുള്ളത്. 10-12 വരെയൊക്കെ അതിപ്പോൾ ഇല്ല. അതിൽ നിങ്ങൾ 12ഓളം മന്ത്രിമാർ, ഡെപ്യൂട്ടി സ്പീക്കർ ഉൾപ്പെടെ 12ഓളം മറ്റും മന്ത്രിമാരെ കൊടുത്തല്ലേ? വെറും 9% നായർ വിഭാഗത്തിൽ നിന്ന് 12ഓളം ഡെപ്യൂട്ടി സ്പീക്കർ ഉൾപ്പെടെ കൊടുത്തിട്ടാണ് കണക്ക്. ഒരെണ്ണം ചിലപ്പോൾ വ്യത്യാസം വരും. ശരിക്കും ശ്രദ്ധിക്കുക. എൻ്റെ ഈ സംഭവത്തിൻ്റെ ലിങ്ക് പോകുന്നത് AKG റിസർച്ച് വിങ്ങിലേക്കാണ്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി അങ്ങോട്ടാണ്. നോക്ക്. കാരണം ഞാൻ കമ്മ്യൂണിസ്റ്റ് വിരോധി അല്ലെന്ന് അതേ പറഞ്ഞത്. അതുപോലെ മറ്റൊന്ന്, 25% 23% ഇല്ല ഈഴ വിഭാഗം. സഖാവെ പിണറായി സഖാവെ, ഞാൻ എല്ലാ റെസ്പെക്റ്റോട് ആലോചിക്കണം. എന്നെയൊക്കെ സീനിയർ മോസ്റ്റാണ്, നല്ല പിന്നെ പക്വതയുള്ള ആൾ, കഷ്ടപ്പെട്ടിട്ടൊക്കെ അങ്ങനെ കിട്ടുകയാണ്. 23% ഇപ്പോഴുണ്ട്. അവർക്ക് നിങ്ങൾ എത്ര മന്ത്രിസ്ഥാനം കൊടുത്തു? 9% നായർ വിഭാഗത്തിൽ കഴിഞ്ഞ ഇലക്ഷനിൽ പകുതിയും കൊടുത്ത് ആ സംഘപരിവാറിന് വോട്ടാണ്. ഇത്തവണ ഞാൻ 70% കൊടുക്കും. അവരിൽ 7% കൊടുക്കും. പക്ഷേ ഈഴവത്തിലോ 80% പിണറായി സഖാവിൻ്റെ പാർട്ടി വോട്ട് ചെയ്ത്. ഈഴവാസം 80% വോട്ട് ചെയ്ത ഈഴവ വിഭാഗത്തിൽ എത്ര മന്ത്രിസ്ഥാനം കൊടുത്തു? എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 4-5 ഉള്ളൂ എൻ്റെ ആളുകൾ. അതിൽക്കൊണ്ടാവില്ലല്ലോ. അത് അവർക്ക് വലിയ വിഷമമുണ്ടാക്കി. ഈഴ വിഭാഗം എന്ന് പറഞ്ഞാൽ വെള്ളാപ്പള്ളി മണ്ടനല്ല, അവിടെ ബുദ്ധിജീവികളുണ്ട്, പക്വതികളായ ആൾക്കാരുണ്ട്. അവർ ചിന്തിച്ചപ്പോഴേ അവർക്ക് നേരിട്ട് കമ്മ്യൂണിസ്റ്റ് എതിർക്കാൻ പറ്റുമോ? അവർ ജനിച്ചതിനെ കമ്മ്യൂണിസ്റ്റ് അനുഭാവിയായിട്ടാണ്. അതായത് ഹോട്ടൽ ജോലി ചെയ്യുന്ന മുതലാളി ദേഷ്യം വന്നാൽ മുതലാളി തല്ലു പറയാനോ അല്ലെങ്കിൽ ദേഷ്യപ്പെടാൻ പറ്റുമോ? അവരെന്ത് ചെയ്യും? അടുപ്പിലേക്ക് എണ്ണ ഒഴിക്കും. 1 കിലോ അല്ലെങ്കിൽ 1 ലിറ്റർ വെളിച്ചെണ്ണ ഒഴിച്ച് അങ്ങോട്ട് കത്തിപ്പോവും, മുതലാളിയുടെ കാശ് പോവും. അതുപോലെയാണ്. അപ്പം അവർ മറിച്ച് അങ്ങോട്ട് വോട്ട് ചെയ്ത് പ്രതികാരം കാണിച്ച്. എങ്ങനെ വോട്ട് ചെയ്ത്? ജയിക്കാത്ത സ്ഥാനാർത്ഥിക്ക് കോൺഗ്രസ് വോട്ട് ചെയ്ത് അത് ദൂഷ്യമാണ്. അങ്ങനെയാണ് 50,000 വോട്ട് ശോഭാ സുരേന്ദ്രന് കൊടുത്തത്. ശോഭ ജയിച്ചത് പൂർണ്ണ ബോധ്യമുണ്ട് എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാഠം പഠിപ്പിക്കണം. ഈ വഞ്ചനയ്ക്ക് അങ്ങനെയാണ് 50,000 വോട്ട് പോയത്. ഇല്ലെങ്കിൽ നിങ്ങൾ റിസർച്ച് വിങ് അല്ലെങ്കിൽ നിങ്ങളുടെ പിന്നെ റിസർച്ച് വിങ്ങിനോട് ചെക്ക് ചെയ്യും. അതുപോലെ KC വേണുഗോപാൽ അവിടെ മത്സരിച്ച് കോൺഗ്രസ് വിഭാഗത്തിൽ ഇഷ്ടമായില്ല. അതിന് പല കാരണമുണ്ട്. ഒന്ന്, മറ്റ് മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്ന സീറ്റ് കൊടുത്തില്ല. മറ്റൊന്ന്, രാജസ്ഥാനിൽ നിന്ന് ഒരു എം പി രാജ്യസഭയിലേക്ക് പോകും, അതൊക്കെ അപകടമാണെന്ന് മനസ്സിലാക്കിയിട്ട് കുറയും. അവരെന്ത് ചെയ്തു? അവരും ശോഭയ്ക്ക് വോട്ട് ചെയ്തു. അവർ BJP ആയിട്ടില്ല, കാരണം കമ്മ്യൂണിസ്റ്റ് ചെയ്യില്ല.
ഈ അരിവാളിൽ കുത്തുവരൊന്നും കൈപ്പത്തി ചെയ്യില്ല, കൈപ്പത്തി കുത്തുവരൊന്നും കമ്മ്യൂണിസ്റ്റ് ചെയ്യില്ല. അതുകൊണ്ട് അവർ ചെയ്തതും താമരക്കാണ്. അങ്ങനെയാണ് ഒരു ലക്ഷം വോട്ട് കിട്ടിയത്. അല്ലാതെ ഈഴ വിഭാഗം താമരയായിട്ടോ BJP അനുകൂലമായിട്ടല്ല. അങ്ങനെ അനുകൂലമായിട്ടാണെങ്കിൽ BDJS ഉണ്ടാക്കിയിട്ട് എത്ര വർഷമായി? ഇപ്പോൾ 10-20 വർഷമായിരുന്നു എനിക്കോട്. ഇതേവരെ പച്ചവടാൻ പറ്റുന്നുണ്ടോ? അവർക്ക് MLA ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ? 23% ഈഴവാസിൻ്റെ പാർട്ടി തുടങ്ങിയിട്ടേ പറ്റൂടെ ഒരു MLA ഉണ്ടാക്കാൻ പറ്റുമോ? പിണറായി സഖാവെ, കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ. അതിനർത്ഥം സിംഗ് പരിവാരല്ല. പിണറായി വിജയനെ വെള്ളപ്പള്ളിക്ക് നിൽക്കക്കളിയില്ലാതെ പിന്നെ ഗോപാലിൻ്റെ അടുത്തേക്ക് ED എന്നപ്പോൾ ഇവിടെ വരാതിരിക്കും വേണ്ടി പണ്ട് മുതൽ ഇതാണ് കേസും കൂട്ട് നടക്കുന്ന ഒരു വലിയ ഒരു ബിസിനസ് റാക്കറ്റാണല്ലോ അത് വില കൈമണി അടിച്ചാൽ അല്ലെങ്കിൽ തട്ടിപ്പ് ചെയ്താണല്ലോ ഈ SNDP കൊണ്ടെടുക്കുന്നത്. അത് അവർ മാത്രമല്ല, MES ഗഫൂർ സാഹിബിൻ്റെ ഫസൽ ഗഫൂറുണ്ട്, പിന്നെ NSSൻ്റെ അദ്ദേഹമുണ്ട്. ഇവരൊക്കെ ഇനിയിപ്പം ഞങ്ങൾ പറയുമ്പോൾ ഇതുപോലെ സാമുദായിക സംഘടനയ്ക്ക് 2 ടേമിൽക്കുള്ളിൽ ഒരാൾ സെക്രട്ടറി സ്ഥാനം അല്ലെങ്കിൽ ഭാരവാഹിത്വം വഹിക്കാൻ പാടുന്നുള്ള നിയമം ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ സമരം ചെയ്യാൻ പോകണം. എല്ലാ സംഘടന ഈ ജാതി സംഘടനയൊക്കെ കഴിയാവുന്ന കോടികൾ കൊടുക്കേണ്ടതേ പല രീതിയിൽ. അതെല്ലാം എന്നിട്ട് പങ്കിട്ടെടുക്കുകയാണ്. അത് വേണ്ട. അപ്പോൾ 2 ടേം കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മന്ത്രി ഈ ഭാരവാഹികൾ മാറണം എന്നുള്ള നിയമം ഇല്ലെങ്കിൽ ആ നിയമം ഉണ്ടാക്കാൻ പറഞ്ഞ് ഗവൺമെൻറ് പിന്നീട് ശ്രദ്ധിച്ച് ഗവൺമെൻറ് ഓർഡർ ഇടാണ്. അങ്ങനെ വരുമ്പോൾ പിണറായി സഖാവ് മനസ്സിലായോ? പക്ഷെ അത് പകരം നിങ്ങൾ ചെയ്യുന്നറിയോ? മുസ്ലിങ്ങളുടെ പേരും പറഞ്ഞ് മുസ്ലിങ്ങൾ വോട്ട് കിട്ടാൻ വേണ്ടി മുസ്ലിം ഭൂരിപക്ഷ മേഖലയിൽ കൊണ്ടേ നിങ്ങൾ ചെയ്യും. നിങ്ങൾ ആ മറ്റേ സിറ്റിസൺഷിപ്പും പിന്നെന്താണ് നമ്മുടെ പലസ്തീൻ പ്രശ്നമൊക്കെ തിരുവനന്തപുരത്ത് നടത്തേണ്ടിരുന്നത് അമുസ്ലിങ്ങൾ കൂടുതൽ ചെയ്തിട്ട്. ഇത് നിങ്ങൾ മുസ്ലിങ്ങൾ കോഴിക്കോട് മലപ്പുറത്ത് കൊണ്ട് അവർ മുഖത്തുകൊണ്ട് വെച്ചിട്ട് അവർ വോട്ട് കിട്ടാൻ വേണ്ടി അങ്ങനെ വോട്ട് കിട്ടി. ഞാൻ ഒരു കാര്യം പറയാം, കഴിഞ്ഞ പ്രാവശ്യം അതിന് മുമ്പത്തെ പ്രാവശ്യം ഈ കഴിഞ്ഞ പ്രാവശ്യം 99 സീറ്റ് എങ്ങനെയാണ് CPM കിട്ടിയത്, LDF കിട്ടിയത്? നിങ്ങൾക്ക് കണക്കറിയാം, അല്ലെങ്കിൽ നിങ്ങളുടെ ആൾക്കാർക്ക് കണക്കറിയാം. 99 സീറ്റ് കിട്ടിയാൽ ഒരു 60 സീറ്റ് ജയിച്ചിരിക്കുന്നത് 500-നും 1000-നും ഇടക്കാം, അല്ലെങ്കിൽ 500-നും 2000-നും ഇടക്ക് വോട്ടാ. മനസ്സിലാക്കണം. 99 സീറ്റിൽ 60 സീറ്റ് ജയിച്ചിരിക്കുന്നത് 500-നും 2000-നും ഇടക്ക് വോട്ടുകൊണ്ടാണ്. ഈ 500-നും 2000 വോട്ട് എങ്ങനെ കിട്ടിയത്? അതാണ് UDFൻ്റെ തട്ടിപ്പും കോൺഗ്രസ് വഞ്ചനയും രമേശിയുടെ വഞ്ചനയും പിന്നെ ET മുഹമ്മദ് ബഷീറിൻ്റെയും കുഞ്ഞാക്കടയും മാണിസാറിൻ്റെയും ഒക്കെ. അറബിക് സർവകലാശാല കൊടുക്കാൻ പറഞ്ഞു വടക്ക് കേരളത്തിൽ നിന്ന് 1000-10,000 ആൾക്കാർ 4 പ്രാവശ്യം വന്ന് സെക്രട്ടേറിയറ്റ് മുമ്പിൽ സമരം ചെയ്തില്ലേ? ഈ UDFൻ്റെ പിന്നെ കുഞ്ഞാക്ക് ഉൾപ്പെടെ മറ്റേ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ഉൾപ്പെടെ തിരിഞ്ഞു നോക്കിയോ? അന്ന് അവർ ശബ്ദം ചെയ്തു ഇനി ഞങ്ങൾ വരുന്നില്ല. അങ്ങനെ വൈരാഗ്യം തീർത്തപ്പോഴാണ് ഒരു 1000, 2000, 3000 വോട്ടൊക്കെ അങ്ങോട്ട് മാറിയത്. 60 സീറ്റിൽ 500-നും 2000-നും ഇടയ്ക്ക് തോൽക്കുന്നെങ്കിൽ അത് മറിച്ചു ആകാം. അത് ഭൂരിപക്ഷത്തിൽ മാത്രമല്ല. അപ്പോൾ ചോദിക്കും അറബിക് സർവകലാശാല സ്ഥലത്ത് പിന്നെ സമസ്ത സർവകലാശാല തുടങ്ങി. ഒരു തെറ്റുമില്ല, ഞങ്ങളൊന്നും അതൊരു കുറ്റം പറയില്ല. ഏത് സർവകലാശാല ഏത് ഭാഷ പഠിക്കുന്നത് നല്ലതാണ്, പ്രത്യേകിച്ച് സംസ്കൃതമൊക്കെ. പക്ഷെ എന്തുകൊണ്ട് നിങ്ങൾ 10,000 പേര് പോലും സംസാരിക്കാത്ത സംസ്കൃതത്തിൽ നിങ്ങൾ യൂണിവേഴ്സിറ്റി അനുവദിച്ചു? അന്ന് കുഞ്ഞാക്കാടെ കൂട്ടുകാരൻ ബഷീറായിരുന്നു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. ഇന്ന് ഈ സമയത്ത് ബഷീറായിരുന്നു. അറബിക് സർവകലാശാലക്കാരൻ നിങ്ങൾ എന്ത് വീഴ്ച വരുത്തി? ആ വീഴ്ച വരുത്തിയാൽ കേരളത്തിലെ മുസ്ലിം സമുദായം, പ്രത്യേകിച്ച് ഹിന്ദു അമുസ്ലിങ്ങളും നിങ്ങളെ വെറുതെ വിടില്ല. അതാണ് 2 ടേമായിട്ട്. ഇനി 3ാമത്തെ ടേം വന്നില്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ അവസ്ഥ? അതുകൊണ്ടാണ് ഞങ്ങൾ LDF നിലനിൽക്കുകയും ചെയ്യണം. ഞങ്ങൾക്ക് വലിയ ഉത്തരവാദിത്തമാണ്, വലിയ ഉത്തരവാദിത്തമാണ്. കാരണം LDF നിലനിർത്തണം, ഞങ്ങൾ വലിയ ഉത്തരവാദിത്തമാണത്. LDF നിലനിൽക്കാൻ വേണ്ടി UDFന് അധികാരത്തിൽ കയറണം. UDF ആണെങ്കിലും തലതിരിഞ്ഞ് ഇത്രയും ബുദ്ധി ഇപ്പോൾ KPCC പ്രസിഡന്റ് പോയതില്ലേ, കോൺഗ്രസിനേക്കാൾ ഇത്രയും കുഴപ്പക്കാർ അറിയില്ലെന്ന്. ആ വിഭാഗത്തെ ഇനി ഞങ്ങൾ അധികാരത്തിൽ കയറ്റണം. ഈ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ കേരളത്തെ 40% മുസ്ലിങ്ങളാണ്. അതിന് അടിസ്ഥാന കാരണങ്ങളുണ്ട്. UDF ഇത്തവണ ജയിച്ചില്ലെങ്കിൽ LDF പിന്നെ നിലനിൽക്കില്ല. LDF ഇത്തവണ ജയിച്ചാൽ LDF തോറ്റവും UDF തീറ്റും, BJP മാത്രമാവും. അപ്പോൾ BJP മാത്രമാണ് കേരളത്തിൽ വരേണ്ടത് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ കാര്യം ചെയ്ത് UDF തോൽപ്പിച്ചോ LDF ജയിപ്പിച്ചോ ഒരു കുഴപ്പമില്ല. ഞങ്ങളതിന് പ്രഥമ ദൃഷ്ടിയ ബാഹ്യമായിട്ട് ഞങ്ങൾ സമ്മതിക്കില്ല. ആന്തരികമായിട്ടുള്ള കളി നമുക്കറിയില്ലല്ലോ, വോട്ടിൽ തട്ടിപ്പോ അല്ലെങ്കിൽ കാലുവാരിയിലൊക്കെ. അങ്ങനെ നിൽക്കുമ്പോൾ അങ്ങനെയാണ് നിങ്ങൾക്ക് സീറ്റ് കിട്ടിയത്. അല്ലാതെ 70 കൂടെ വോട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ പിന്നെ
ക്രിസ്ത്യാനി വോട്ട് ചെയ്തപ്പോൾ ജയശങ്കർ വോട്ട് ചെയ്തു, ക്രിസ്ത്യൻ കുറച്ച് കമ്മ്യൂണിസ്റ്റിലേക്ക് പോയി, ഇപ്പോൾ കുറച്ച് കോൺഗ്രസിലേക്ക് BJPയിലേക്ക് ഓടുന്നു. എൻ്റെ ജയശങ്കർജി ആകെ എത്ര ശതമാനമുണ്ട് ജയശങ്കർജി? ഞാൻ പറഞ്ഞത് നിങ്ങളുടെയൊക്കെ പറയാൻ മാത്രം വിദ്യാഭ്യാസം ഇരിക്കില്ല എങ്കിൽ പറയാണ്. ആകെ 16%, 6% എങ്ങോട്ട് പോയി? 6% പോയത് കൺവേർട്ട് ക്രിസ്ത്യാനി നിൽക്കുകയാണ്, ദളിതാണ്. ബാക്കി 10% ഉള്ളത്. ആ 10%-ൽ 5% കോൺഗ്രസ് ചെയ്യും, കാരണം അതിൻ്റെ പാരമ്പര്യം അങ്ങനെയാണ്. ബാക്കി 5%-ൽ 3% കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ബാക്കി 2% BJP കിട്ടുന്നത്. എന്ന് പറഞ്ഞാൽ ജയശങ്കർജി, എന്ന് പറഞ്ഞാൽ 100 വോട്ട് ചെയ്താൽ 2 വോട്ടാണ് BJP കിട്ടാത്തത്. നിങ്ങൾ ഇത്രയെല്ലാം ചെയ്തിട്ടും അതിപ്പോൾ മാറിയത് അവർ മനസ്സിലായി, അവർ ആപത്ത് മനസ്സിലായി. ഇരിക്കുന്ന കൊമ്പ് മുറിച്ചാന്ന് ഞങ്ങളിപ്പോൾ സാധാരണക്കാരൻ പറഞ്ഞ് അന്ന് തിരുമേനിമാർക്ക് മനസ്സിലായില്ല, ഇപ്പം മനസ്സിലായി. അതാണ് KCBC-യുടെയൊക്കെ ലേഖനത്തിൽ വന്നിരിക്കുന്നത്. മുനം വിഷയത്തിൽ തട്ടിപ്പാണ്, അത് BJP കാണിച്ച് വഞ്ചിരാണ്, അല്ലാതെ സമുദായത്തിൽ ഗുണമല്ല. അവിടെ നിങ്ങൾക്ക് നീതി ലഭിക്കേണ്ടിയിരുന്നെങ്കിൽ അവിടെ സഭ ചെയ്യണതയോ കേരളം ഭരിക്കുന്ന LDF-ന് കൈയെടുക്കുക, അതിന് പ്രതിപക്ഷത്ത് നിൽക്കുന്ന BJP കൈയെടുക്കുക, UDF-ന് കൈയെടുക്കുക, എന്നിട്ട് സമമായി ഉണ്ടാക്കുക. ആ സമയം ഉണ്ടാക്കി ഇവിടെ താമസിക്കുന്ന പാവപ്പെട്ട ആൾക്കാർ, അത് രേഖയുള്ളവർക്ക് എങ്ങനെ സഹായിക്കാൻ പറ്റും നോക്കി ഗവൺമെൻറ് കൊണ്ട് ആലോചിച്ചിട്ട് അവിടെയോ അല്ലെങ്കിൽ അതുപോലെ പറ്റിയ സ്ഥലം വാങ്ങിക്കൊടുക്കാം. ഇപ്പോൾ എത്ര കുടുംബങ്ങൾക്കാണ് ഇപ്പോൾ ഇവിടെ കൊടുക്കുന്നത്? ഈ 500-600 കൂടുതലിട്ട കുടുംബമില്ലേ നമ്മുടെ ഭൂകമ്പത്തിൽപ്പെട്ട്? അതുപോലെ ആപത്ത് വെച്ചാൽ അത് ചെയ്യാം. അത് ചെയ്യുന്നതിന് പകരം നിങ്ങൾ എളുപ്പ വഴിയിൽ ക്രിയേറ്റ് ചെയ്ത് BJP പറഞ്ഞപ്പോൾ അത് വിശ്വസിച്ചു പോയില്ലേ? അതാണ് നിങ്ങൾക്ക് പറ്റുന്ന അപകടം, ആപത്തും. ഈ ഒരു ആപത്ത് സഭാ നേതൃത്വമേ നിങ്ങളെ പെട്ടെന്നും ഇന്ത്യയിൽ നിങ്ങൾക്ക് അത് വലിക്കാൻ പറ്റില്ല. അത്ര കണ്ട് ഈ 20% മുസ്ലിം സമുദായം അകന്നുപോയി. വാസ്തുവിൽ മുസ്ലിങ്ങളെ ക്രിസ്ത്യാനികളെ അകത്താൻ വേണ്ടി BJP ശ്രമിച്ചെങ്കിലും മുസ്ലിങ്ങളാണ് 20% മുസ്ലിങ്ങളാണ് അകന്നു പോയത്. 2% ക്രിസ്ത്യൻസ് എന്തോ അകന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇന്ത്യയിൽ? ഒന്ന് ശ്രദ്ധിക്കുക. 2% ടോട്ടലുള്ള നിങ്ങൾക്ക് ഇവിടെ എന്ത് മല പറിക്കാൻ പറ്റുമോ? കേരളത്തിലെ അവസരങ്ങളിലെ 10% ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ പറയേണ്ടി വന്നത് നിങ്ങളല്ലേ ഹൈക്കോടതി പോയി ജനസംഖ്യാനുപാതികം വേണമെന്ന് പറഞ്ഞതൊക്കെ പറഞ്ഞു. അല്ലെങ്കിൽ ഞങ്ങൾ പറയാതിരുന്നല്ലേ? ഈ സംഭവം ഇന്നോ ഇന്നലെ ഒന്നല്ല. ഓർഗനൈസറിൽ ഈ പ്രിന്റ് ചെയ്ത് വെച്ച മാറ്റർ ഇന്നൊന്നിലെ വർഷങ്ങൾ ഇരിക്കുന്നതാണ്. പക്ഷെ ഇത് വന്ന് അന്ന് തന്നെ കൊടുക്കാൻ അവരിൽ മുൻകിലുണ്ട്, അന്ന് പറഞ്ഞില്ല. അതുപോലെ ഞങ്ങൾ ഇത്രയും കാലം ഇതൊന്നും പറഞ്ഞോ? മുസ്ലിം 40% വരുന്ന മുസ്ലിം സമുദായത്തിൻ്റെ റെപ്രസെൻ്റ് കൂടിയാണ് ഞാൻ. വെറും ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസ് ആൾ മാത്രമല്ല, അവർക്ക് കൂടി വേണ്ടിയാണ് ഞങ്ങൾ പറയുന്നത്. നിങ്ങളെക്കുറിച്ച് ഇതെല്ലാം ഞങ്ങൾ വലിയ വായു തോന്നുന്നുണ്ട്. വായു തോന്നുന്നു മാത്രമല്ല, സഭാ നേതാക്കളെ ഞങ്ങൾ എപ്പോഴും ആദരിച്ചിട്ടുണ്ട്. ആരാധിച്ചിട്ടില്ല, ആദരിച്ചിട്ടില്ലേ എന്നും നിങ്ങൾക്കൊരു പ്രത്യേക ഇന്നല്ലേ? നിങ്ങളുടെ സമുദായം മുഖ്യമന്ത്രി ആകുമ്പോൾ ഞങ്ങൾ വല്ലതും പറഞ്ഞോ? 40% മുസ്ലിങ്ങൾക്ക് ഒരിക്കലും മുഖ്യമന്ത്രി കൂടി ചിന്തിക്കുന്നില്ല. 10% ക്രിസ്ത്യൻസിന് മുഖ്യമന്ത്രി പല പ്രാവശ്യമായി ഞങ്ങൾ എതിർത്തോ? ആയിക്കോട്ടെ, വേണ്ട. ആനണിയെ നാണക്കെട്ടിൽ നിന്ന് എങ്ങനെ മാറ്റി? തിരുവരങ്ങാടി കൊണ്ട് ഈ 99% മുസ്ലിങ്ങളിൽ നിന്ന് 10-35 കൊണ്ട് ഭൂരിപക്ഷം ജയിപ്പിച്ചെടുത്തില്ലേ? ആരുടെ കാല് വരിയില്ലേ? ഇതൊക്കെ ചെയ്തു ഞങ്ങൾ നിങ്ങൾക്കെതിരെ പറഞ്ഞോ? പക്ഷെ ഇപ്പം നിൽക്കലില്ല. പിന്നീട് പിന്നെ ഈ വഖഫ് ബില്ലിൽ കരുതി കൂട്ടി ഈ സമുദായത്തെ ആഴത്തിൽ തകർത്താൻ ശ്രമിച്ച BJP സംഘപരിവാറിൻ്റെ ആ ഗൂഢ ലക്ഷ്യത്തിൽ നിങ്ങൾ മൗനമായിട്ട് ചിരിച്ചുകൊണ്ട് കഴുത്തറുത്ത് മുസ്ലിങ്ങളെ ഊതിക്കൊണ്ട് കഴുത്തറുത്ത്. അത് വേണ്ട. നിങ്ങൾ മാത്രമാണ് ബുദ്ധിമാന്മാരെന്ന് ചിന്തിക്കരുത്. നിങ്ങൾ മാത്രമാണ് കഴിവുള്ളവരെന്ന് വിചാരിക്കരുത്. എല്ലാ തിണ്ണയും മണ്ണല്ല സാർ, ചില തിണ്ണ കല്ലുണ്ട്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കുന്ന ആൾക്കാരും ഈ സമുദായത്തിൽ ഉണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കണമെന്ന് ആണ് ഞങ്ങൾ പറയുന്നത്. എന്ന് വെച്ചാൽ നിങ്ങളെ ഒരിക്കലും ശത്രുവായി കാണൂല. നിങ്ങൾക്ക് ആപത്ത് വന്നാൽ ഞങ്ങളുടെ പരമാവധി സഹായം ചെയ്യും. ഞങ്ങൾ ജീവന് കൊടുത്തോലും സഹായിക്കും. അന്ന് പറഞ്ഞാൽ അത് ഇന്നും പറയുകയാണെങ്കിൽ ഇനിയും നാളെയും പറയും. പക്ഷെ കാര്യങ്ങൾ മനസ്സിലാക്കണം, അല്ലെങ്കിൽ അപകടമാണ്. കാരണം ഒരു ബാറ്ററിയിൽ ചാർജ് കയറ്റുമ്പോൾ കയറ്റാം, പക്ഷെ ആ ബാറ്ററി ഫുള്ളായിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ കയറ്റാൻ പറ്റില്ല, എത്ര ആൾ നട്ടു. അതുപോലെ ഇപ്പോഴും ബാറ്ററി ചാർജ് കയറാനുള്ള സൗകര്യമാണ് സഭയ്ക്കുള്ളത്. സഭ ഇനിയും മണ്ടത്തരം കാണിച്ചാൽ ചാർജ് കംപ്ലീറ്റ് പോകും. കംപ്ലീറ്റ് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് സഭ കുറച്ചുകൂടി ഇത് ഇപ്പോൾ കാണിക്കുന്ന പോലെ ആ സത്യാവസ്ഥ നിങ്ങളുടെ കുഞ്ഞാടുകളോട് പറഞ്ഞ് മനസ്സിലാക്കുക, അതല്ലെങ്കിൽ അപകടമാണ്. ഇതാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ UDF പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ 50% സീറ്റ് മുഖ്യമന്ത്രി വേണ്ട, നിങ്ങളെടുത്തോ.
കാരണം 100 വോട്ട് ചെയ്യുന്നതിൽ ഒരു വോട്ടാണ് ക്രിസ്ത്യാനി UDF കിട്ടുന്നത്, ഒരു വോട്ടാണ് ഈവൻ്റെ ക്രിസ്ത്യാനി കിട്ടുന്നത്. ആ കിട്ടുന്നതിൽ പറയാണ് നിങ്ങൾ മുഖ്യമന്ത്രി ആയിക്കോ, ഒരു കുഴപ്പമില്ല, ഞങ്ങൾ സമ്മതിച്ചു, ആത്മാർത്ഥമായിട്ട് പറയാണ് ഞങ്ങൾക്ക് മുഖ്യമന്ത്രി വേണ്ട, അത് നിങ്ങളാകട്ടെ. പക്ഷേ 50 സീറ്റ് കൊടുക്കണം, അത് ജയിക്കേണ്ട സ്ഥലത്ത് കൊടുക്കണം. അവിടെ അൻവറിനെ പോലെ കുലദ്രോഹി ആകരുത്. അൻവറിൽ കുലദ്രോഹിയും കാണിച്ചെന്നറിയോ? മറ്റേ ആര്യാട് മുഹമ്മദിൻ്റെ മകൻ, മുഹമ്മദ് സാറിൻ്റെ മകൻ വരാതിരിക്കാൻ വേണ്ടി കളി കളിച്ചു, കഴിഞ്ഞ പ്രാവശ്യം കളിച്ച് ഇപ്പോഴും കളിക്കുകയാണ്. അത് വേണ്ട അൻവറെ. അത് ഞാൻ ചെറിയ ഉദാഹരണം പറഞ്ഞ് നിർത്തിയേക്കുന്നു. ഈ കൊച്ചിൻ കോർപ്പറേഷൻ ആദ്യമായിട്ട് വന്ന സമയത്ത് ലാല മുഹമ്മദ് ഒരാളുണ്ട്, വലിയ ബുദ്ധിജീവിയാണ്. അവർ വലിയ വീട്ടിൽ അലി അഹമ്മദ് സാഹിബ്, കൊച്ചഹമ്മദ് സാഹിബ്, അത് അളിയനാണ്. ആ 2 കള്ളന്മാരും മരിച്ചു. ആ 2 കള്ളന്മാർ പരസ്പരം ആകാതിരിക്കും തർക്കമുണ്ടാക്കി കോഴിപ്പുറത്ത് മാധവൻ നായർ, മാധവൻ നായരാണ് എന്ന് KPCയുടെ പ്രസിഡന്റ്. മാധവൻ നായർ ഡൽഹിക്ക് വന്നിട്ട് ട്രെയിനിലാണ് പോകുന്നു, വിമാനമൊന്നുമില്ല. അപ്പോൾ മാധവൻ നായർ തർക്കം തീരാന്ന് മാധവൻ ഒരു എഴുതി വെച്ച്, നിങ്ങൾ നേരം വെളുക്കുമ്പോൾ തർക്കം തീർക്ക്, എന്നിട്ട് നിങ്ങൾ ആയാലും ഒരാളായിക്കോ, ഞങ്ങൾ കുഴപ്പമില്ല. ഇവർ രണ്ടുപേരും മരിക്കോളം സമ്മതിച്ചില്ല പരസ്പരം ആകാനായിട്ട്. അപ്പോൾ ആ കവർ പൊട്ടിച്ച് നോക്കി എഴുതി വെച്ചറിയോ, പരസ്പരം ദാനം എത്തിയില്ലെങ്കിൽ മാധവിയമ്മ ചെയർമാൻ മുനിസിപ്പൽ ചെയർമാൻ കിട്ടിയത്. അങ്ങനെയാണ് മുനിസിപ്പൽ ചെയർമാൻ ആദ്യമായിട്ട് വന്ന് മാധവിയമ്മ വന്നത്. കോർപ്പറേഷൻ കൊച്ചുണ്ണി മാഷയുടെ കോർപ്പറേഷൻ ആദ്യ ചെയർമാൻ എന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇതുപോലെ വർഗവഞ്ചന കുലദ്രോഹം കാണിച്ച ആ 2 മഹാകള്ളന്മാർ മരിച്ച് മണ്ണടിച്ചു പോയി. അവർ സമുദായത്തെ ഓർത്തില്ല, അവരുടെ കാര്യം ഓർത്തുള്ളൂ. അതുപോലെ അൻവർ ഇപ്പോൾ കാണിക്കുന്നില്ലോ, മഹാതന്തയില്ലായ്മയാണ്. അൻവർ ഞാൻ തോൽപ്പിച്ച് കളയും, ഞാൻ പാഠം പഠിപ്പിക്കും. താൻ ആരുടെ പോയി ഇത്രയും വലിയ ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസിനെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പാഠം പഠിപ്പിക്കാൻ? അൻവർ നീ ആരുടെ മോനെ? എന്താ നിന്റെ കപ്പാസിറ്റി? കുറച്ച് പണമുണ്ടോ? കഴിഞ്ഞ സഖാക്കളുടെ വോട്ട് കിട്ടി ആ പാവം പ്രകാശ് തോൽപ്പിച്ച് അവിടെ മലപ്പുറത്താർ കുറെ കാക്കമാർ വോട്ട് കിട്ടില്ലേ, നീ ജയിച്ചു 3000 വോട്ടിന്. അത് ജയിക്കുമോ? പാഠവും പഠിപ്പിക്കണ്ട. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാഠവും പഠിപ്പിക്കാൻ അൻവറായിട്ടില്ല. അൻവർ മര്യാദക്ക് നിന്ന് കഴിഞ്ഞാൽ അതിക്കല് നമ്മൾ പ്രതിപക്ഷ നേതാവാണ് സതീശൻ. പ്രതിപക്ഷ നേതാവ് നിലക്ക് അദ്ദേഹത്തിന് ഒരു മാന്യതയുണ്ട്, നമ്മൾക്ക് ഒരു അവകാശമുണ്ട്, അത് നമ്മൾ അംഗീകരിക്കണം. അതിനെ അംഗീകരിച്ച് അടങ്ങി ഒതുക്കി UDF നിൽക്കുകയാണെങ്കിൽ പരിഹാരം ഉണ്ടാകും. അല്ലെങ്കിൽ നിന്നെ തട്ടിക്കളയും UDF നിന്ന്, ചേർക്കില്ല. നീ എവിടെ പോവും? ആരാ നീ എന്നുള്ളതായിരിക്കണം. ഈ UDF വെല്ലുവിളിക്കുന്ന ആരോടോ താൻ? അതൊന്നും വേണ്ട. കുലദ്രോഹം കാണിക്കരുത്, വർഗവഞ്ചന കാണിക്കരുത്, കുലം കുത്തിയത് പഠിക്കരുത്. അയാൾ ജയിക്കട്ടെ, ആരാടെ മുമ്പ് ഇവിടെ ജയിക്കട്ടെ, അർഹതയില്ലേ? 50 സീറ്റിൽ ഒന്ന് അവിടെ പോട്ടെ. അതുകൊണ്ട് ജോലി കൊണ്ട് ജയിപ്പിച്ചെടുത്താൽ ജയിക്കൽ ഉറപ്പാണ്. കടപാട് ആൾക്കാർ പ്രകാശ് കാല് വരും. അപ്പോൾ തനിക്ക് വേറെ സീറ്റുണ്ടല്ലോ അവിടെ, അതൊന്നും കിട്ടാൻ പോകുന്നില്ല. സഭയ്ക്ക് അവിടെ ചില ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്, അത് സഭ ചെയ്യുള്ളൂ. അല്ല നീ അവിടെ നിന്നുകൊണ്ട് നീ നിന്നുകൊണ്ട് പിന്നെ നിന്നെ ജയിപ്പിക്കുന്നത് വിചാരിക്കാൻ വേണ്ടതൊക്കെ മണ്ടത്തരാണ്. അത് അഭ്യാസം കാണിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വകകൾ നിർത്തുമ്പോട്ട് ഒറ്റ കാര്യമാണ് പറഞ്ഞേക്കാം. ഇന്നലെ എൻ്റെ ജനിച്ച നാട് ചെമ്പറക്കി, അവിടെ ആലുവ പെരുമ്പാറ റൂട്ടിൽ വടക്കേൻ്റെ തൊഴിലാളികളാണ്. ജോലി കഴിഞ്ഞ വഴിക്കും ബൈക്ക് അടിച്ച് 2 പേരും മരിച്ചു. ഒരാൾ സീരിയസ് വരെ മരിച്ചതാണ്. ആലുവ പെരുമ്പാറ റോഡ് 4 വരി പാതയാക്കണം എന്ന് പറഞ്ഞ് ഞങ്ങൾ 25 വർഷം മുമ്പ് സമരം ചെയ്തിട്ടുണ്ട്. ഒരു 70-75 കാലഘട്ടത്തിൽ എറണാകുളം ആലുവ റൂട്ട് എന്തായിരുന്നു, ആ റൂട്ടിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ എറണാകുളം ആലുവ പെരുമ്പാറ റൂട്ട്. 25 വർഷം നൂറ്റാണ്ട് മുമ്പ് ഞങ്ങൾ സമരം ചെയ്തു. അവിടെ നിങ്ങൾ 4 വരിയാക്കുന്നു. എന്നിട്ട് ഈ അടുത്ത കാലത്ത് എന്തോ കല്ലൊക്കെ ഇട്ട് ഒന്നും ആയില്ല. അപ്പം അതുകൊണ്ട് വണ്ടി ഓടിക്കുന്ന മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കുക. ഒരു ജീവനുള്ളൂ, 2 ജീവനില്ല. അതുപോലെ ഇന്ന് മലപ്പുറത്ത് എടപ്പാളിൻ്റെ അടുത്ത് ഒരു സ്ത്രീ ഓടിച്ച് പാതിരക്ക് പെരുന്നാൾ അവധി വന്ന് പോയതാണ്. വണ്ടി മതിലിടിച്ച് ഒരു കുട്ടി മരിച്ച് മറ്റോ പരിക്കാണ്. മുസ്ലിം സ്ത്രീകളെ ഞാൻ പറയട്ടെ, നിങ്ങൾ പർദ്ദയൊക്കെ ഇട്ട് വണ്ടി ഓടിച്ചതും കുഴപ്പമില്ല, നിങ്ങൾ വണ്ടി ഓടിക്കണം, അതും കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ സൂക്ഷ്മത പാലിക്കണം. അല്ല, ഒരു വണ്ടി കിട്ടി ഉത്സവം പെരുന്നാളിൽ ഒന്ന് വീട്ടിൽ പോയി ആൾ കാണിക്കാനായിട്ട് പരിചയമില്ലാതെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ആ കുട്ടി മരിച്ച് നിങ്ങളും അപകടം ഉണ്ടാക്കില്ലേ? അങ്ങനെ ചെയ്യില്ലേ, സൂക്ഷ്മത പാലിക്കുക. അതാണ് ഇസ്ലാമിൻ്റെ ഈമാൻ്റെ ഭാഗമാണ്. ശ്രദ്ധിക്കുക, പർദ്ദയിട്ടോ, നിങ്ങൾ വിദ്യാഭ്യാസം നടത്തിക്കോ, പുറത്തിറങ്ങിക്കോ, അത് ഒരു കുഴപ്പമില്ല. വണ്ടി ഓടിക്കണം തന്നെ പറഞ്ഞത്, പക്ഷേ ശ്രദ്ധ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ നിങ്ങൾക്ക് ഒരായി നന്ദി ചെയ്യുന്നു.